പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം, ആയുസ്സിൽ കാണാത്ത ഒരു പുത്തൻ പുലരി ദൈവമായ കർത്താവ് നമുക്ക് ദാനം ചെയ്തതോർത്ത് കർത്താവിന് മഹത്വം കരയേറ്റാം. ഇന്ന് വീണ്ടും നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തന്ന് ദൈവവചന ധ്യാന ചിന്തയിലേക്ക് നമ്മളെ നടത്തുന്ന കർത്താവിന് മഹത്വം കരയറ്റിക്കൊണ്ട് ഇന്നത്തെ വേദവചന ചിന്തയ്ക്ക് ആധാരമായി ജോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം, ജോവേൽ ചാപ്റ്റർ 2 വേഴ്സ് 19 വായിച്ചു കേൾപ്പിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിന് ഉത്തരമരുളിയത്: ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയുമില്ല. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുമ്പോഴേ അറിയാം, ഈ ജോയേൽ പ്രവചനത്തിൻ്റെ ഒരു വാക്കാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി നിവൃത്തീകരണമായി പത്രോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നത്: അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്ന് തുടങ്ങുന്ന വാക്കുകൾ നമുക്ക് സുപരിചിതമാണ്. അതിൻ്റെ മുമ്പുള്ളൊരു വാക്കാണ് ജോവേൽ പ്രവചനം 2-ാം അധ്യായത്തിലാണ് നാം ഈ വാക്യം 19-ാം വാക്യത്തിലാണ് വായിച്ചു കേട്ടത്. ഇതിന് മുൻപിലത്തെ ഒരു സാഹചര്യമുണ്ട്, മുമ്പുള്ളൊരു സാഹചര്യമുണ്ട്. 1-ാം അധ്യായത്തിലേക്ക് പറയുമ്പോൾ, 1-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ദൈവജനം, ആ വാക്ക് കേട്ടോ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ദൈവജനം. ഇന്നത്തെ സാഹചര്യം എല്ലാം അങ്ങനെയല്ലേ? പേര് ദൈവജനം എന്ന, ദൈവത്തിൻ്റെ ഗോഡ്സ് ഓൺ പീപ്പിൾ എന്ന, നമ്മുടെ കേരളത്തെക്കുറിച്ച് വന്ന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന, ആ ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്നവര് ദൈവത്തെ വേണ്ടാതെ മാറിപ്പോയി. അതൊരു വലിയൊരു ചലഞ്ചാണ്. പേര് ദൈവത്തിൻ്റെ പേരില്ല, പക്ഷേ ദൈവമില്ല. ഇന്ന് നമ്മുടെ പല ദേവാലയങ്ങളിലും കാണുന്ന ഒരു പ്രകൃതം അങ്ങനെ തന്നെയാണ്. പേര് ദേവാലയം എന്നാ, പക്ഷെ ദൈവമില്ല. ദൈവത്തിൻ്റെ ജനം, ദൈവജനം എന്ന് പേര് കേട്ട് ദൈവജനം എന്ന് പേരുണ്ടാകാൻ കാരണം ദൈവം താൻ ഇറങ്ങി വന്ന അടിമ വീടായ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിച്ച് സ്വന്തമായി പാലും തേനും ഒഴുകുന്ന സ്വന്തം ദേശവും കൊടുത്ത് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ് കൽപ്പനകളും കൊടുത്ത് ദൈവജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അന്യദേവന്മാരെ സേവിക്കാൻ പോയി, ഇണയില്ലാപ്പിനെ കൂടാൻ പോയി, ജാതികളുടെ കൂടെ എണ്ണപ്പെടുന്നില്ലെന്ന് പറയുന്ന ജനം ജാതികളോട് കൂടി എണ്ണപ്പെടാൻ പോയി. അവരും ഇവരുമായിട്ട് വ്യത്യാസമില്ലെന്ന് പറയുന്ന പോലെ വേർപാട് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനത്തെ ദൈവം കൈവിട്ട് കളഞ്ഞു. ദൈവം കൈവിട്ടപ്പം ആകെ ഒരു വിഭ്രതി, ഒരു 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 ഒറ്റപ്പെടലേ. ജോവേൽ പ്രവചനം തുടങ്ങുന്നതാ, വാളിന്റെ പ്രവാചകനാ തുടങ്ങുന്നത് അതാ. ദേശത്ത് നിന്ന് ജനം അകന്നുപോയതും ദൈവത്തിൽ നിന്ന് മാറിപ്പോയതും അന്യദേവന്മാരുടെ പുറകെ പോയതും ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തതും ഇങ്ങനെയാ തുടങ്ങുന്നത്. 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് നന്നായിട്ട് മനസ്സിലാകും. അവിടെ എഴുതിയിട്ടുണ്ട്: എൻ്റെ മഹാസൈന്യമായ പച്ചപ്പുഴു അത് തിന്ന് നശിപ്പിക്കും നിങ്ങളുടെ വിളവെല്ലാം. വിതയ്ക്കാത്തതല്ല, വിതച്ച വിളവെല്ലാം നശിപ്പിക്കും. ഇനി അത് ശേഷിപ്പുണ്ടോ? വെട്ടിക്കിളി വരും, പിന്നെ തുള്ളം വരും. ആ പച്ചപ്പുഴുവും വെട്ടിക്കിളിയും തുള്ളനും അത് തിന്ന് ആ പച്ചപ്പുഴു ശേഷിപ്പിച്ചതിനെ വെട്ടിക്കിളി, അത് ശേഷിപ്പിച്ചതിനെ തുള്ളൻ ശേഷിപ്പിച്ചതിനെ വിട്ടില്, ഇങ്ങനെ പച്ചയായത് മുഴുവൻ ഇല്ലാതെയാക്കി കളയും. അതിൻ്റെ ഓർഡർ എടുത്തൊന്ന് നോക്കിയാലേ ഈ ആദ്യത്തെ കതിര് തുടങ്ങി, അതിൻ്റെ സ്റ്റെം തുടങ്ങി, തണ്ട് തുടങ്ങി, പിന്നെ പച്ചയായ അതിൻ്റെ വേര് അടക്കം തിന്ന് കളയുന്നത് പോലെയാ പച്ചപ്പുഴുവും വെട്ടിക്കിളിയും തുള്ളനും വിട്ടിലും തിന്ന് അത് ശേഷിപ്പെല്ലാം നശിപ്പിച്ചു കളയുന്ന, ഒന്നുമില്ലാതെയാകും. ഒരു ബാരൻ ലാൻഡ് ആക്കി, മരുഭൂമി പോലെയാക്കി, വിതയ്ക്കുന്ന നല്ല ആ ഭൂമി അത് ബാരൻ ലാൻഡ് ആക്കി, വിളയില്ലാത്ത ഭൂമിയാക്കി, ഒന്നുമില്ലാതാക്കി കളഞ്ഞു. അവരുടെ വീഞ്ഞ്, അവരുടെ ചക്ക് അതിന് പ്രവർത്തനരഹിതമായി പോയി. അവിടെ മുന്തിരി കൊണ്ടുവരാൻ ഇല്ലാതായിപ്പോയി. അങ്ങനെ ഭൗതികമായി എല്ലാ നന്മകളും ദൈവം എടുത്തു കളഞ്ഞു. ഒരു ബാരനായി, മൊത്തത്തിലൊരു വരൾച്ച. ആത്മീക വരൾച്ചയിലേക്ക് പോയവരെ ഭൗതിക വരൾച്ചയിലേക്ക് ദൈവം തള്ളിമാറ്റി. പക്ഷേ ജോവേൽ പ്രവാചകൻ വരുമ്പോൾ അദ്ദേഹം വാളിന്റെ പ്രവാചകനാണെങ്കിലും ഒരു ദൂത് പറയുന്നുണ്ട്: ഒന്നും മടങ്ങി വരിക, പുരോഹിതന്മാരെ, നിങ്ങൾ അകത്തിരിക്കാതെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ കീറി മടങ്ങി വരിക. എന്നിട്ട് പറയുന്നു: കാഹളം ഊതട്ടെ, ഒരു ഉപവാസം പ്രസിദ്ധീകരിപ്പീൻ. അതിനകത്ത് പറയുന്ന ഏറ്റവും ആഴത്തിൽ പറയുന്നൊരു വാക്കുണ്ട്: മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തേക്ക് ഇറങ്ങി വരിക, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്താൻ, രട്ടിലും വെണ്ണിയെല്ലാം കിടന്ന് ഉപവസിക്കാൻ ഇറങ്ങി വരാൻ.
അന്ത്യ ഡീപ്നെസ് എത്രയാണെന്ന് അറിയാനായിട്ട് മണവാളനും മണവാട്ടിയും ഒരു വീട്ടിൽ വിവാഹം നടന്നു കഴിഞ്ഞാൽ, നമുക്കൊക്കെ അറിയാം, വിവാഹം നടന്നു കഴിഞ്ഞാൽ മണവാളനും മണവാട്ടിയും ഉള്ള സ്ഥലത്ത് അത് അവരുടെ ഒരു മണിയറയുണ്ട്, അവരുടെ ഒരു റൂമുണ്ട്, അവരെ ആരും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. എത്രയൊക്കെ പ്രതിസന്ധി, എന്തൊക്കെ പ്രശ്നങ്ങളോ എന്തൊക്കെ അപകടങ്ങളോ ഉണ്ടായാലും മണവാളനെ മണവാട്ടിയും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. അത് അവരുടെ ലോകത്തിലാണ്, അവരുടെ മണിയറയ്ക്കകത്ത് അവരവിടെയായിരിക്കും, ആ ഉള്ളറയ്ക്കകത്തായിരിക്കും. പക്ഷെ ജോവൽ പ്രവാചകൻ പറയുന്ന അത്രയും ഡീപ്പായിട്ടുള്ള പ്രതിസന്ധി ഉള്ളതുകൊണ്ട് മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് ഇറങ്ങി വാ, ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. തലയിൽ മുണ്ടിട്ട് അതേ എട്ടുടുത്തുകൊണ്ട് ചാരത്തിനകത്ത് വെണ്ണീരിനകത്ത് കിടന്ന് ഉപവാസം പ്രസിദ്ധപ്പെടുത്തി ഉപവസിക്കട്ടെ. പക്ഷേ ദൈവത്തിന് ദയ തോന്നുമായിരിക്കും. ഇവിടെയും അങ്ങനെയാണ്. എവിടെയെല്ലാം ദൈവജനം തങ്ങളെ തന്നെ താഴ്ത്തിയോ, തങ്ങളുടെ തെറ്റേറ്റു പറഞ്ഞോ, അവിടെയെല്ലാം ദൈവത്തിന് ദയ തോന്നി. നിലവേ പട്ടണത്തിൽ രാജാവടക്കം ആബാലവൃത്തം ഒരുമിച്ച് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിന് ദയ തോന്നി വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം വരുത്തിയില്ല. ഹിസ്കിയാവ് ദൈവത്തിന്റെ അടുത്ത് മുഖം ചേർത്ത് വെച്ച് കരഞ്ഞു, വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം അതേ ആയുസിനോട് 15 വർഷം കൂട്ടി അപ്പോഴില്ല, മരണം നീട്ടിവെച്ചു. ആരൊക്കെ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം ഇറങ്ങി വന്നു. ഇവിടെയും അതാ. ഈ ജോവേൽ പ്രവാചകന്റെ വാക്കിന് മുമ്പിൽ ഇന്ന് കേൾക്കണം. ദൈവവചനത്തിനോ അല്ലെങ്കിൽ പ്രവാചക ശബ്ദത്തിനോ ദൈവവചനത്തിന്റെയോ ദൈവദാസന്മാരുടെ ശബ്ദത്തിനോ കേട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ വ്യവസ്ഥ പ്രകാരം ഒന്ന് താഴുന്ന ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്നും വിളിച്ചു പറയുക, ഒരു ദൈവപ്രവൃത്തി, ഒരു ദയ, ആ ദൈവത്തിന്റെ ദയ ശേഷിക്കുന്നു. ദൈവം ദയ കാണിക്കുക തന്നെ ചെയ്യും. ദൈവം ആ ജനത്തോട് ദയ കാണിച്ചു. ദൈവം ചെയ്യുമെന്ന് പറഞ്ഞ് നശിപ്പിക്കുന്ന എല്ലാത്തിനെയും ദൈവം മടക്കി. അവിടെ എഴുതിയിരിക്കുന്ന പച്ചപ്പുഴും വെട്ടിക്കിളിയും തുള്ളനും വിട്ടിലും തിന്ന് ശേഷിപ്പിച്ച സംവത്സരങ്ങൾക്ക് പകരം ഞാൻ സംവത്സരങ്ങളെ നിങ്ങൾക്ക് തരും, സംവത്സരങ്ങളെ മടക്കി തരുമെന്ന്. അവിടെ ഇനിയും ജനനിവാസമുണ്ടാകും. യെരൂശലേമിന്റെ വീതികളിൽ ഇനിയും ജനക്കൂട്ടമുണ്ടാകും, ആരാവാരമുണ്ടാകും, ആഘോഷങ്ങൾ ഉണ്ടാകും. തങ്ങളെ തന്നെ താഴ്ത്തിയ ദൈവജനത്തോട് പറയുക. അതിലെ ഒരു വാക്കാണ്, താഴെയാണ് ആ ഉണർവിന്റെ കാര്യം. അതേ അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ആത്മാവിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഒരു വാക്യം, അതിൽ നിന്ന് അടർത്തിയെടുത്തൊരു വാക്കാണ് നാം കുറിവാക്യമായി വായിച്ചത്. യഹോവ തന്റെ ജനത്തിന് ഉത്തരമറിയത്, തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തിയ ജനത്തിന് ഉത്തരമറിയത്. ഇത് കേൾക്കുമ്പോൾ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തുന്നവർക്ക് ദൈവം മറുപടി അയക്കും, ദയ അയക്കും. ഇന്ന് ആരെങ്കിലും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞെ, ദൈവസന്നിധിയിൽ തന്നെ ഒന്ന് താഴ്ത്തിയാൽ, ദൈവത്തെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ദൈവത്തിന്റെ ദയക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരോട് അരുളപ്പാട്, യഹോവ തന്റെ ജനത്തിന് ഉത്തരമരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും. അത് വറ്റിപ്പോയതാ, ആ സോഴ്സുകളെല്ലാം തീർന്നു പോയതാ, അതിന്റെ ഒഴുക്ക് ആ സോഴ്സുകൾ അടക്കം അത് ഇല്ലാതെ പോയതാ. അവിടെ നിന്ന് ആ ധാന്യം വിളവുണ്ടാകും, വീഞ്ഞുണ്ടാകും, ചക്കുകൾ വീണ്ടും ചലിക്കും, എണ്ണയും ഉണ്ടാകും. ആ ചക്കുകളെല്ലാം എണ്ണയാട്ടുന്നതിന് വീണ്ടും ചലിച്ചു തുടങ്ങും. നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. പഴയതുപോലെയല്ല, ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തിയവർ തൃപ്തി പ്രാപിക്കും. അപ്പോൾ തന്നെ ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയുമില്ല. ഇതൊരു വാക്കാണ്, ഇതൊരു ദൈവത്തിന്റെ പ്രോമിസാ. ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയില്ല. ഹല്ലേലൂയ. ഇനി ജാതികളുടെ ഇടയിൽ നിങ്ങളെ നിന്നയാക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോ എവിടെയെങ്കിലും നിന്ന വഹിക്കുന്ന, ഒറ്റപ്പെട്ടു പോയ, എന്തിയെ നിന്റെ ദൈവം എന്ന് ചോദിക്കുന്ന, നിന്നെ തള്ളിക്കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വേദനിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ പറയാം, ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിച്ചോ. ദൈവം ഇനി നിന്നെ നിന്നാപാത്രമാക്കത്തില്ല, നിന്നെ നിന്നയാക്കത്തില്ല. അതിന്റെ താഴേക്ക് വായിക്കുന്നുണ്ട്, ഇവിടം കൊണ്ട് തീരുന്നില്ല, ഈ ലോകത്തിലെ ആ നഷ്ടപ്പെട്ടതിനെ മടക്കി തരിക മാത്രമല്ല, നിത്യജീവനിലേക്കും. യോബിനോട് പറയുന്നു, നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി മടക്കി കൊടുത്തു. പക്ഷെ ഒരു പ്രോമിസ്, 10 മക്കളെ നഷ്ടപ്പെട്ടല്ലോ, 10 മക്കൾ അവർ സ്വർഗത്തിലുണ്ട്. നിത്യജീവനും കൂടെ തരും. അതാ ദൈവത്തിന്റെ പ്രത്യേകത, അതാ നാം സേവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത. നിത്യജീവനും കൂടെ നമുക്ക് തരുന്ന ദൈവത്തിലേക്ക് ഒരുമിച്ച് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വചനത്തിന് മുൻപാകെ സമർപ്പിക്കുന്ന തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ, ഞാൻ ഇനി നിങ്ങളെ നിന്നയാക്കുകയുമില്ല, ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയുമില്ല. ആ വചനത്തിന് മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരം കൂടിയിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തുന്നു, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന കർത്താവേ,
ദൈവകൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തില് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. അതേ കർത്താവിന്റെ കരക്കൂടിരിക്കും. നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവം, പിശാച് അപഹരിച്ചതിനെ മടക്കി തരുന്ന ദൈവം, പിശാച് അപഹരിച്ച നന്മയെ മടക്കി തരുന്ന ദൈവം കൂടിയിരിക്കുന്നതിനായി നന്ദി പറയുന്നു, തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലമാനവും മഹത്വത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ ദൈവം നമ്മളെ മറക്കട്ടെ. ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.